വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അത് ഈ ദിവസങ്ങളിൽ കർത്താവ് ആമേൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. ആമേൻ. ഒരു മനുഷ്യർ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കരുതുന്നുണ്ടെങ്കിൽ, ആമേൻ, നമ്മളിൽ ആശ്രയം വെക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണം, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ വെള്ളൽ സംഭവിച്ചു, നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗ്ഗത്തിലെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുന്നുണ്ടല്ലോ ഇന്ന് പകലിലും. ആമേൻ. ആമേൻ. അല്പസമയ ആമേൻ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ യാത്ര ചെയ്ത് ഞാൻ വരുമ്പോൾ ഇന്ന് പകലിൽ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്താണ് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ശുശ്രൂഷിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എന്താണ് ആമേൻ ആമേൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന തൻ്റെ ജനത്തിന് ഞാൻ എന്താ കർത്താവെ സംസാരിക്കേണ്ടത്? കഴിഞ്ഞ ഒരാഴ്ചയായി ആമേൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ്, 31-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ആമേൻ 1 മാസമായി നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥതയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു. പല ഇടങ്ങളിലായി, പല സ്ഥലങ്ങളിലായി നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട്, ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ആമേൻ ഒരാഴ്ചയായി കർത്താവിൻ്റെ ദാസൻ പൂർണ്ണമായി ഉപവാസത്തോടെ ആയിരിക്കുന്നു. ആമേൻ. എനിക്കും ദൈവസന്നിധിയിൽ ചില ദിവസങ്ങളിൽ പെൻഡിങ് വന്നുവെങ്കിലും ആമേൻ ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ വീണ്ടും ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എൻ്റെ കർത്താവ് ബലവും ആരോഗ്യവും കർത്താവ് ശക്തിയും നൽകി. ആമേൻ. അപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയ്ക്കും, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഒന്നും ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഈ 2025 ഈ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ആമേൻ ചില പുതിയതിനെ കർത്താവ് ഉളവാക്കി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലതിനെ ആമേൻ കൊള്ള പങ്കിടുന്ന രീതിയിൽ, ചിലത് പ്രാപിച്ചെടുക്കുന്ന രീതിയിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് ചിലത് പ്രാപിക്കുന്ന രീതിയിൽ ആമേൻ വിശാലതയ്ക്ക് കാരണമാക്കി ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയെ മാറ്റി വിശാലതയുടെ അനുഭവം നൽകുന്ന തരത്തിൽ സ്വർഗം നമ്മളെ മാനിക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സംബന്ധിച്ചിടത്തോളം ആമേൻ ഈ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ചിലത് തിരിച്ചറിയുവാനും ആമേൻ 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 ചിലതൊക്കെ പ്രാപിക്കുവാനുള്ള വർഷമാക്കിയ ഈ ഉപവാസ പ്രാർത്ഥന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. കാരണം കഴിഞ്ഞ 2022, 23, 24 ആമേൻ ഈ മാസങ്ങളിൽ ആമേൻ ആമേൻ ആരംഭത്തിൽ നടന്ന ആ ഫാസ്റ്റിംഗ് പ്രയർ, അതുപോലെ ആമേൻ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ, ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ കഴിയുമ്പോൾ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വിഷയത്തിനല്ല ഞങ്ങൾ ഒന്നിനു വേണ്ടി മുട്ടുമടക്കി ദൈവസന്നിധിയിലായിരിക്കുന്നു. ഒന്നുകിൽ സഭയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആമേൻ ആ സ്പോൺസർ ചെയ്തായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിച്ചായിരിക്കാം ഞങ്ങളായിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വിഷയങ്ങളെ ദൂരത്ത് മാറ്റി വെച്ചിട്ടാ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ വചനം ചുമ്മാതല്ല എഴുതി വച്ചേക്കുന്നേ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന്. ആമേൻ. ഞങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി കരഞ്ഞോ, ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ കൂടുതൽ ആമേൻ ഞാൻ പറയട്ടെ, കൂടുതൽ തവണയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളെ കാണുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, ആർക്കും വേണ്ടാതിരുന്ന സ്ഥാനത്ത് ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ ആമേൻ ഈ പുസ്തകം ചുമന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ രട്ടിലും വെണ്ണയിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കണ്ണുനീരിലും കിടന്നതുകൊണ്ട് ദൈവം ഞങ്ങളെ ആമേൻ ഞങ്ങളുടെ പട്ടണത്തിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭയ്ക്ക് ആമേൻ വളരെ അനുഗ്രഹത്തോടുകൂടെ ആമേൻ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയത്. ആമേൻ. ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ നന്മയുടെ പിന്നിലും, ആമേൻ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ
അനുഗ്രഹത്തിൻ്റെ പാതകളുടെ പിന്നിലും ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ആമേൻ ഒത്തിരി വേദനകളും ആമേൻ ആമേൻ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി വീഴുന്നത് പോലെ കരയേണ്ട അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ 2025 ആരംഭത്തിലും ആമേൻ കഴിഞ്ഞ 3 മാസങ്ങളായി ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ആമേൻ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങളെ ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ആമേൻ ഞങ്ങളായിരുന്നത് ആമേൻ ഒരു കൊല്ലന്റെ കയ്യില. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ആമേൻ ഒരു കൊല്ലന്റെ കയ്യിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആയുധമായി ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നല്ല. ആമേൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വം വർണ്ണിപ്പാൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ പിടിച്ചടക്കുവാനുള്ള ഒരു അഭിഷേകത്തെ, ഒരു പരിജ്ഞാനത്തെ, ഒരു ദൈവകൃപയെ ആമേൻ പ്രാപിക്കുവാനാണ് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഉപവാസവും പ്രാർത്ഥനയും ആമേൻ ഒരിക്കലും വെറുതെ അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ കഴിഞ്ഞ ചില നാളുകൾ കൊണ്ട് ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു വന്ന് നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പ്രസംഗ വിഷയത്തെ കർത്താവ് അങ്ങ് മാറ്റിവിടും. കഴിഞ്ഞ ആമേൻ ഞായറാഴ്ച വൈകിയ വേളയിലും ആമേൻ ഞാൻ പ്രസംഗിക്കുവാൻ തിരഞ്ഞെടുത്ത് ചെന്ന് നിന്നതൊന്ന് ആമേൻ, പക്ഷേ ആമേൻ ഞാൻ പ്രസംഗിച്ചത് മറ്റൊന്ന്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും ആമേൻ എവിടെ കൂടെയും ഒരു ദൈവത്തിന്റെ വചനം എൻ്റെ ആമേൻ കാതുകളിലൂടെ എൻ്റെ കണ്ണുകളിലൂടെ പാസ് ചെയ്യുന്നത്. ആമേൻ അതിലൂടെ ഞാൻ ദൈവത്തോട് സംസാരിക്കും. കർത്താവേ ഇതിലൂടെ ഞാൻ എന്താ സംസാരിക്കേണ്ടത്? ആമേൻ കഴിഞ്ഞ ആമേൻ ഞായറാഴ്ച വൈകുന്നേരം നടന്ന ശുശ്രൂഷയിലും ദൈവം അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ അപ്പോൾ ചിന്തിച്ചത് ഇതാ, കർത്താവേ ഇന്നലെ വരെ ഇല്ലാത്ത മറ്റൊരു ആത്മാവിന്റെ പകർച്ചയിലൂടെ ആമേൻ മറ്റൊരു അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിലൂടെ എന്നെ കൊണ്ടുപോയെങ്കിൽ ഞാൻ അനുഭവിച്ച നിന്ന, ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച ഗതശമനയുടെ അനുഭവം ആമേൻ അത് സ്വർഗം ആമേൻ വെറുതെ അല്ല എന്നെ കടത്തിവിട്ടത്. ആമേൻ എന്നിലുള്ള അഭിഷേകം എന്തെന്ന് തിരിച്ചറിയുവാൻ, എന്നിലുള്ള വിളി എന്തെന്ന് തിരിച്ചറിയുവാൻ ആമേൻ സ്വർഗം എന്നെ കടത്തിവിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അന്നത്തെ വചനം മുഴുവനും അന്ന് അതിനകത്തിരുന്ന എല്ലാ കുടുംബങ്ങൾക്കകത്തും ഇന്നലെ ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോഴും കേട്ട ഒത്തിരി മാതാപിതാക്കളുണ്ട്. അതിനകത്തൊക്കെ ദൈവത്തിന്റെ വലിയൊരു ക്രിയ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇന്നലെ ആ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ആമേൻ ആ മെസ്സേജ് പാസ്റ്റർ അപ്ലോഡ് ചെയ്ത് ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു അമ്മ എന്നെ വിളിക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. 7 വർഷം കൊണ്ട് റൂമിനകത്ത് അടയ്ക്കപ്പെട്ട ഒരു മകനെ ഓർത്ത് ഒരു മാതാവ് വല്ലാതെ വേദനയോടെയായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ആമേൻ അങ്ങനെ ഒരു സന്ദർഭത്തെ ആമേൻ വിരൽ ചൂണ്ടുവാനിടയായി. അമ്മ വിളിച്ച് പറഞ്ഞത് സിസ്റ്ററെ, അവൻ 7 വർഷമായി ആ റൂമിനകത്ത് നിന്ന് അവന് പുറത്തിറങ്ങുവാൻ മനസ്സില്ല, അമ്മ എന്നൊരു വാക്ക് വിളിക്കുവാൻ മനസ്സില്ല. അവൻ അപ്പൻ കുഞ്ഞുനാളിലെ മരിച്ചുപോയി. അവൻ തിരുവനന്തപുരത്ത് നിന്ന് അവനെ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിവിട്ടത്, അവനുമായി നാട് വിട്ടത്. അവനൊരു ദുഃഖമറിഞ്ഞ് ജീവിക്കരുത്. ജനിച്ച് 1.5 മാസമായപ്പോഴേ കൈക്കുഞ്ഞിനുമായി വിധവയായി കഴിഞ്ഞൊരു മാതാവ്. ലോകം അവരെ ഒത്തിരി പരിഹസിച്ചു, ലോകം ഒരുപാട് അവരെ നിന്ദിച്ചു. പക്ഷേ മറ്റൊരു രാജ്യത്ത് കടന്നുപോയി അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷെ 7 വർഷമായി അമ്മയെ അവന് നോക്കുന്നത് പോലും അറപ്പും വെറുപ്പുമായി വല്ലാത്തൊരു ഡിപ്രഷന്റെ വക്കോളമെത്തി ആ മകനായിരുന്നു. ഇവർ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കാത്ത ഒരു സ്ഥലവുമില്ല. കഴിഞ്ഞ ആ ദിവസം പ്രിയ മാതാവ് വിശ്വാസത്തോടുകൂടെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്റെ ഉള്ളിനകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ പറഞ്ഞത് ഇതാ, കരയുന്ന റിബേക്കമാരെ, കരയുന്ന റാഹേലുമാരെ നിന്റെ തലമുറയെ കർത്താവ് തൊടുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ മാതാവിനോട് കർത്താവ് സംസാരിക്കുവാനിടയായി. വിശ്വാസത്തോടെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. അന്യഭാഷ പറയുന്തോറും, ദൂത് വിളിച്ചു പറയുന്തോറും റിപ്പീറ്റ് ചെയ്ത് 2.5 മണിക്കൂർ ഈ ദൈവത്തിന്റെ വചനം ഈ പ്രസംഗിക്കുന്ന ആലോചനകൾ
പ്രിയ മാതാവ് അന്യഭാഷ പറഞ്ഞ് ആമേൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരുടെ ഉപവാസ പ്രാർത്ഥന 39ാമത്തെ ദിവസമായി ഇന്നലെ രാത്രി. ആമേൻ പ്രിയ മാതാവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഈ വെള്ളം എൻ്റെ മകന്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അവന്റെ ഉള്ളിനകത്തുള്ള പൈശാചിക ബന്ധനത്തെ നീ ആമേൻ അഴിച്ചു പുറത്തു കൊണ്ടുവരണം. ആമേൻ ആ മാതാവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് മുഴുവനും അന്യഭാഷയുടെ സ്വരമാ. ആമേൻ ഇത് പ്രാർത്ഥിച്ചു തീർന്നിട്ട് പ്രിയ മാതാവിനെ 15 വട്ടം എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. ആമേൻ ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു, സൈലന്റ് ആയിരുന്നു ഫോൺ. ആമേൻ ഹല്ലേലൂയ. ഈ 15ാമത്തെ വട്ടം കോൾ കഴിഞ്ഞ് ആമേൻ ഞാൻ ഉറക്കം എഴുന്നേറ്റ് ഈ നമ്പർ നോക്കിയപ്പോൾ ആമേൻ എൻ്റെ വാട്സപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് ആടാവുന്നില്ല, പുറത്തെ കോളാണല്ലോ, എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുവാനിടയായി. എനിക്ക് മനസ്സിലായി അവരുടെ ആവശ്യം വലുതാണെന്ന് മനസ്സിലായി. ആമേൻ രാത്രി ഒരു 10:30-12 മണിയാകും. ആമേൻ 11:30 മണിയായപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് വീണ്ടും ആ അമ്മയുടെ കോൾ വരുവാനിടയായി. പ്രിയ മാതാവ് പറഞ്ഞു, ഞാൻ ആമേൻ 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 5-6 മണിക്കൂറായി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അന്യഭാഷ പറഞ്ഞ് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അഭിഷേകത്തെ, ഈ വെള്ളത്തെ എനിക്കൊന്ന് പ്രാർത്ഥിച്ചു തരണമേ. ദുരാത്മാവ് ബാധിച്ച എൻ്റെ തലമുറ പുറത്തു വരണം, അവൻ ആ റൂം വിട്ട് പുറത്തു വരണം. എനിക്കിനി നിന്ന് സഹിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഞങ്ങൾ വിശ്വാസത്തോടെ അഭിഷേകത്തോടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏകദേശം 10-20 മിനിറ്റ് ആത്മാവിന്റെ വലിയൊരു പകർച്ച ഞങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ തുടങ്ങി. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ ഈ വെള്ളം ആ മകന് കൊടുക്കാൻ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ടെസ്റ്റ്, എങ്ങനെ ഇവൻ ഈ വെള്ളം കുടിക്കും? ആമേൻ അവൻ ആകപ്പാടെ കഴിക്കുന്നുണ്ടെങ്കിൽ, അവന് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവൻ അമ്മയോട് പറയും, പൈസ ചോദിക്കും. അവൻ പുറത്തുനിന്ന് ആമേൻ കോള ഉൾപ്പെടെ അവൻ കുടിക്കുന്നത്, ആമേൻ മിനറൽ വാട്ടർ ഉൾപ്പെടെ അവൻ കുടിക്കുന്നത് പുറത്തുനിന്ന്. എന്ത് ചെയ്യും? ആമേൻ എന്താണ് ആമേൻ ചെയ്യേണ്ടത്? ആമേൻ ഹല്ലേലൂയ. പ്രിയ മാതാവ് പറയുവാനിടയായി, സിസ്റ്റർ ഞാൻ വിശ്വാസത്തോടെ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചു, പക്ഷെ ഇതെങ്ങനെ കൊടുക്കും? ആമേൻ ഹല്ലേലൂയ. ആമേൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞു, ദൈവം അതിനുള്ളൊരു വഴിയെ ഇന്ന് രാത്രി കർത്താവ് അതിനകത്ത് ചെയ്യുവാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. അവിടെ അപ്പോൾ ആമേൻ പകലാണോ രാത്രിയാണോ എനിക്കത് ഓർമ്മയില്ല. പ്രിയ മാതാവ് പറഞ്ഞത് ഇതാ, ആമേൻ എൻ്റെ മകൻ റൂമിനുള്ളിൽ നിന്ന് ഇന്ന് രാവിലെ കോൾ ചെയ്ത് ആ മാതാവ് പറഞ്ഞ വിഷയം ഇതാണ്. ഏകദേശം 4:30 മണിയായപ്പോൾ ആമേൻ ഞങ്ങളുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുവാനിടയായി. പ്രിയ മാതാവ് പറഞ്ഞ വാർത്ത ഇതാ, കഴിഞ്ഞ ദിവസം അവൻ കഴിച്ച ഫുഡിന്റെ എന്തോ ഒരു അലർജിയാ, ഇവൻ ഛർദ്ദിക്കുവാൻ തുടങ്ങി. ആമേൻ ഇവൻ ലൂസ് മോഷനാൽ വല്ലാതെ ഭാരപ്പെട്ടു. ഇവനൊരു വല്ലാത്ത മരണവെപ്രാളം, മരിച്ചു പോകുമെന്നുള്ള വെപ്രാളം. റൂം മുഴുവൻ ഛർദ്ദിച്ചു കുളമാക്കി. ആമേൻ ആമേൻ റൂം ആമേൻ അവൻ കിടന്ന ബെഡ് മുഴുവനും ഛർദ്ദിച്ചു കുളമാക്കി. അവൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ആമേൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ മാതാവ് ഇവൻ കിടക്കുന്ന റൂമിന് ചുറ്റിലും ഈ വെള്ളം അങ്ങ് പ്രാർത്ഥിച്ചു തളിക്കുവാൻ തുടങ്ങി. ആമേൻ ഈ മാതാവ് പറഞ്ഞത് കേൾക്കണമോ? ഇവർ റൂം വിട്ട് വെളിയിലിറങ്ങി. അവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇവൻ പൈസ കൊണ്ട് മേടിച്ചത് ആ റൂമിനകത്തില്ലായിരുന്നു. പ്രിയ മാതാവ് വിശ്വാസത്തോടെ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച വെള്ളമെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആമേൻ നീ വെള്ളവാദ്യം കുടിക്കുക. ആമേൻ നിന്റെ ശരീരം നോർമലാകട്ടെ, നീ വെള്ളം കുടിക്കുക. അന്ന് വരെ അമ്മ എന്ന് വിളിക്കാത്തവൻ അമ്മയുടെ മടിയിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആമേൻ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവോ, ഞാൻ മരിച്ചു പോകുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്, എന്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ എന്റെ ശരീരത്തിന്മേൽ സംഭവിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ മാതാവ് പറഞ്ഞിരുതാ, ഞങ്ങളെ വിളിക്കുമ്പോൾ ഈ മകൻ അഭിഷേകത്തിൽ നിന്നവനാണെന്നും അഭിഷേകം പ്രാപിച്ചവനാണെന്നും പാടുന്നവനാണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചിൽ പുൽപ്പുറ്റിൽ നിന്ന് ദൈവത്തിന്റെ വചനം സങ്കീർത്തനം പ്രബോധിച്ച മകന് ഇവരതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അഭിഷേകം നഷ്ടപ്പെട്ടവനായി പാപത്തിന്റെ വഴികളിൽ അകപ്പെട്ട് ദുരാത്മാവ് അവനെ ബാധിച്ച് ആമേൻ അവൻ ബന്ധനത്തിലായിരുന്നു. ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം ആമേൻ രാവിലെ വിളിച്ചത് ഇങ്ങനെയാണ്, ആമേൻ അവന്റെ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ അവന് പ്രാപിക്കണം. ഞങ്ങൾ രണ്ടുപേരും 4:30 മണിക്ക് എണീച്ച് അന്യഭാഷ പറഞ്ഞ് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുമെന്ന് അവനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ച നിന്റെ തലമുറയെ, ദൈവത്തിന്റെ വചനം ഉള്ളിൽ കിടക്കുന്ന നിന്റെ തലമുറയെ ഒരു കാരാഗ്രഹത്തിനും ഒരു ബന്ധനങ്ങൾക്കും ഒരു ചങ്ങലകൾക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ ദൈവകൃപ നഷ്ടപ്പെട്ട ഒത്തിരി തലമുറകൾ
തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അത് തീക്കളിയാ. ആമേൻ. ചില കുടുംബങ്ങൾക്കകത്ത് അതൊരു തീക്കളി തന്നെയാ. നിശ്ചയമായും ആമേൻ ഹല്ലേലൂയ കുടുംബങ്ങൾക്കകത്ത് പതിയിരിക്കുന്ന ചില ആമേൻ സിംഹങ്ങൾ നിന്നെ കടിച്ചു കീറുവാൻ, ആമേൻ നിന്റെ കുടുംബത്തെ തകർത്തു കളയുവാൻ എന്താകുമെന്ന് പറഞ്ഞ് പതിയിരിക്കുന്ന അലറുന്ന ചില സിംഹങ്ങൾ ജുഡബബ ശംധന വൈശമന ഹതനകശി യാംധനെ വൈഡ പ്രൗഢപരിഖാനകടകശി നിന്റെ തലമുറകളുടെ നന്മയ്ക്ക് വിരോധമാണ്, നിന്റെ തലമുറകളുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമാണ്, നിന്റെ തലമുറകളുടെ സന്തോഷങ്ങൾക്ക് വിരോധമാണ്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വിരോധമാണ്. ആമേൻ. അലറുന്ന സിംഹം പോലെ ചാടി വീഴുവാൻ പദ്ധതിയൊരുക്കുന്ന ചില സിംഹത്തെ വലിച്ചു കീറുവാനുള്ള അധികാരത്തെ വൈശമന അംദനാര ഘാനഘടക ശംധരഘടകശി ദുരബൽ പ്രൗഢ ശംധാരകന വൈഡമനാര ഘാനഘടക ശംധരഘടകശി. ആമേൻ. സ്വർഗം ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് സ്വർഗം ഞങ്ങളെ പണിതിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അഭിഷേകം ചില കാടുകളെയൊക്കെ കത്തിക്കുന്നതിന് കാരണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടു. ആമേൻ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. നിശ്ചയമായും ആമേൻ ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം വായിക്കുമ്പോൾ ആമേൻ അതിന്റെ 1 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ യാക്കോബിന്റെ ആമേൻ തലമുറകളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Praise the Lord. Hallelujah. Amen. Hallelujah. അവൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നൽകി. Praise the Lord. യാക്കോബിന് അതിൽ ഏറ്റവും ഇളയവനായ യോസേഫിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ അപ്പൻ സ്നേഹത്തോടെ കരുതുവാനിടയായി. Praise the Lord. കരുതലുള്ള മക്കൾ എവിടെയുണ്ടോ, ആമേൻ സ്നേഹപുത്രന്മാർ എവിടെയുണ്ടോ, സ്നേഹപുത്രിമാർ എവിടെയുണ്ടോ അവരെ പിശാച് നോട്ടവിടും. Praise the Lord. ആമേൻ ഹല്ലേലൂയ. സ്നേഹമുള്ള ഏറ്റവും കൂടുതൽ അമ്മമാർക്കോ അപ്പന്മാർക്കോ സ്നേഹമുള്ള ഒരു പുത്രനോ പുത്രിയോ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ചിന്തിച്ചോളണം, അവർ ദൈവിക വാഗ്ദത്തമുള്ള തലമുറയാണ്. ആ തലമുറയെ തകർക്കാൻ മാത്രമേ പിശാച് പദ്ധതി ഒരുക്കത്തുള്ളൂ. മറ്റാരെയും പിശാചിന് വേണ്ട. ആമേൻ. വെറുതെ ആമേൻ ചൊറിയും കുത്തി ഈ റോഡതികളെ നടക്കുന്ന ഒരുത്തരെയും പിശാചിന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആരെയും പിശാചിന് വേണ്ട. പക്ഷേ ദൈവം തെരഞ്ഞെടുപ്പിന്റെ ലിസ്റ്റിൽ കിടക്കുന്ന ഏതെങ്കിലും കുടുംബ ജീവിതമോ അഭിഷക്തന്മാരോ മക്കളോ ഉണ്ടെങ്കിൽ പിശാചിന്റെ നോട്ടം മുഴുവനും ആമേൻ ആ ദൈവിക പദ്ധതിക്കകത്ത് കിടക്കുന്ന വ്യക്തിയുടെ മേലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മുഴുവനും അരിച്ചു പറക്കിയാൽ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കിടക്കുന്ന വ്യക്തിയെ തകർക്കാൻ ആ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആമേൻ പുറകെ നടന്നത് പിശാചിന്റെ പദ്ധതികളെ തകർത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ആമേൻ ഇവിടെയും നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവിക പദ്ധതിക്കകത്ത് അപ്പന്റെ ഓമന പുത്രനായി യോസേഫിനെ പിടിക്കുവാൻ, യോസേഫിനെ തകർത്ത് കളയുവാൻ പിശാചിന്റെ പദ്ധതി ഇതാ വെളിപ്പെട്ടു വരികയാ. പ്രൈസ് ദി ലോർഡ്. 37 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവനെ ഉണ്ടാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ മക്കളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മമാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അധികം സ്നേഹിക്കുമ്പോൾ ഏറ്റവും അധികം തലവേദന കേസും ആമേൻ വേദനയും ഉളവാക്കുന്നത് ആ മക്കളിൽ നിന്ന് തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിരിക്കുന്ന അമ്മമാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ കുടുംബത്തിനകത്ത് നിന്ന് അങ്ങനെയുള്ള ആമേൻ ചില ആമേൻ ഇരുതല മൂരികൾ എഴുന്നേറ്റാൽ മാത്രമേ ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് സുവിശേഷകന്മാരും സുവിശേഷകിമാരും എഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുതികാൽ ഉയർത്തുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചോളണം. ആമേൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒത്തിരി പേർ ലൈവിലും ഈ ചർച്ചിലും ആമേൻ ഈ ഹാളിന്റെ പരിസരങ്ങളിലുമുണ്ട്. ആമേൻ ഏത് തലമുറയെ ഓർത്താണോ നീ ഏറ്റവും അധികം കരഞ്ഞിട്ടുള്ളത്, തലവേദന അനുഭവിച്ചിട്ടുള്ളത്, നിന്ന അനുഭവിച്ചിട്ടുള്ളത്, ആ തലമുറ കർത്താവിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. നീ കൊടുത്തില്ലേലും സ്വർഗം ആ തലമുറയെ കണ്ടിട്ടുണ്ട്. ആമേൻ നീ ദൈവത്തിന് വേണ്ടി ആ തലമുറയെ കൊടുത്തില്ലെങ്കിലും സ്വർഗം ആ തലമുറയെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആൺകുട്ടിയായാലും ശരി, അത് പെൺകുട്ടിയായാലും
ആയിരുന്നാലും ശരി, ദൈവത്തിന് പ്രയോജനമുള്ളതിനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പട്ടികയ്ക്കകത്ത് സ്വർഗം എഴുതി ചേർത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ആമേൻ യാക്കോബിന്റെ ഏറ്റവും ഇളയ പുത്രനായി യോസേഫിനെ സ്വർഗം ഇതാ തെരഞ്ഞെടുക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുനാളിലെ സ്വർഗം അവനെ കണ്ടു. അപ്പൻ വാർദ്ധക്യത്തിൽ ആ മകനെ കിട്ടിയത് കൊണ്ട് അവന് യോസേഫ് എന്നുള്ള പേര് നൽകി. അപ്പൻ ഇഷ്ടമുള്ള, അപ്പന്റെ കൈകൊണ്ട് തുന്നിയ ആമേൻ സ്നേഹത്തിന്റെ ഒരു വസ്ത്രം, ആമേൻ ഞാൻ വിശ്വസിക്കുന്നു അപ്പൻ ഇഷ്ടപ്പെട്ട് തുന്നിയ വസ്ത്രമായതുകൊണ്ട് ആ വസ്ത്രത്തിൽ മുഴുവനും എന്തായിരിക്കും? അപ്പന്റെ സ്നേഹമായിരിക്കും അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വർഗം ഫസ്റ്റ് ചെയ്യുന്നത് ആ കാൽവരി ക്രൂശിലെ സ്നേഹം കൊണ്ട് നിന്നെ പൊതിയുന്നതിന് കാരണമാക്കി തീർക്കും. ഇന്ന് പകലിൽ ആ സ്നേഹം പൊതിഞ്ഞവരാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? വിശ്വാസത്തോടെ പറ, സ്വർഗം എനിക്ക് തയ്പ്പിച്ചു തന്ന ഒരു അങ്കി എൻ്റെ ശരീരത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ അങ്കി ധരിച്ചാ ഞാൻ നിൽക്കുന്നത്. ആ സ്നേഹിക്കുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരപ്പന്റെ മകളാ ഞാൻ. ആ സ്വർഗത്തിലെ അപ്പന്റെ മകനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ, ആ സ്നേഹത്തിന്റെ അങ്കി എൻ്റെ ശരീരത്തിലുണ്ട് കർത്താവേ. അപ്പന്റെ ഓമന പുത്രിയാ ഞാൻ, അപ്പന്റെ ഓമന പുത്രനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ആമേൻ. അതിന്റെ 4-ാമത്തെ വാക്യം, അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ദുഷ്ടന്റെ ചെങ്കോലിനെ തകർത്ത് ആമേൻ നീതിമാനെ കർത്താവ് മാനിക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹനിധിയായ സഹോദരന്മാർ ദുഷ്ടഹൃദയമുള്ള സഹോദരന്മാരായി ആമേൻ ഇതാ ആമേൻ അവിടെ തുടക്കം കുറിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം വ്യക്തമായി പറയുന്നു, ആമേൻ അപ്പൻ ആമേൻ ഇളയ മകനെ യോസേഫിനെ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഓൾറെഡി അസൂയ വരാൻ തുടങ്ങി. ആമേൻ. പിന്നെ അവർ പ്ലാൻ ചെയ്യുന്നത് മുഴുവനും ആമേൻ ഇവനെ എങ്ങനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് അകറ്റിക്കളയാം. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിന്നെ ആമേൻ എങ്ങനെ ഈ ഭവനത്തിനകത്തു നിന്ന് നീക്കം ചെയ്യാം. പ്രാർത്ഥിക്കുന്ന നിന്നെ ഈ പട്ടണത്തിൽ നിന്ന് എങ്ങനെ നീക്കിക്കളയാം. ആമേൻ. അത് പിശാചിന്റെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. നിന്റെ രോമത്തിൽ തൊടുവാൻ ആമേൻ കഴിയത്തില്ല പിശാചിന്. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്നെ ഒതുക്കി കൂട്ടുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ആമേൻ മറ്റാർക്കും ഇല്ലാത്ത നിന്റെ കുടുംബത്തിനകത്തും നിന്റെ കൂട്ടുകാർക്കും നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും നീ ആമേൻ പാർക്കുന്ന പട്ടണത്തിലും മറ്റാർക്കും ഇല്ലാത്തൊരു അഭിഷേകം നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മേൽ വീണിട്ടുണ്ട്. ഇന്ന് പകൽ അത് തിരിച്ചറിഞ്ഞു. നിന്നെ എല്ലാവരും പകയ്ക്കുന്നുണ്ടെങ്കിൽ, നിന്നെ കൂട്ടു സഹോദരങ്ങൾ നിന്ദിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ എവിടെയെങ്കിലും വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണം, നീ ദൈവത്തിന്റെ പട്ടികയിൽ ആമൻ മുൻനിരയിൽ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കവിടെ വീണ്ടും കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരന്മാർ ദേഷ്യപ്പെട്ടു, എല്ലാം ശരിയാ. അതിന്റെ കാരണം എന്താ? അപ്പൻ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ വെറുക്കലിന്റെ അടുത്തൊരു പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോസേഫ് 2 സ്വപ്നം കണ്ടു. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവനൊരു കുഴപ്പമുണ്ട്. ആമേൻ കേൾക്കുന്ന അല്ലെങ്കിൽ പ്രാപിച്ചെടുക്കുന്ന ദർശനത്തെ അവന്റെ ഉള്ളിൽ ഇരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യും? പറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. യോസേഫിന് വേണമെങ്കിൽ ആമേൻ കണ്ട സ്വപ്നത്തെ മറച്ചു വെക്കാമായിരുന്നു. ആമേൻ. കാരണം ആമേൻ, ഹല്ലേലൂയ, ദർശനം കാണിച്ചു കൊടുത്തവന് അതിന്റെ വ്യാഖ്യാനവും കൊടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. യോസേഫ് കണ്ട സ്വപ്നം ആമേൻ ഫസ്റ്റ് ഇവൻ ആരോടാ പറഞ്ഞേ? ആമേൻ 1-ാമത്തെ ദർശനം ആമേൻ സഹോദരന്മാരോട് പറഞ്ഞു. ആമേൻ. എന്താ ആ ദർശനം? ആമേൻ യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ പിന്നെയും അധികം പകച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കണ്ട സ്വപ്നം അത് ഭയങ്കര
അർത്ഥമുള്ളതും ആമേൻ ഹല്ലേലൂയ സഹോദരന്മാരെ പിടിച്ചുലയ്ക്കുന്ന വലിയൊരു ദർശനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിന്തിച്ചു നോക്കണം, ആമേൻ സഹോദരന്മാർ പൊട്ടന്മാരും ഒന്നുമല്ല, അവന്മാരും കാഴ്ചപ്പാടുള്ളവന്മാരാ. പ്രൈസ് ദി ലോർഡ്. ആ ദർശനത്തെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ നീ അറിയുന്നതിന് മുമ്പേ ശത്രുവിന് നിന്റെ ദർശനത്തിന്റെ വ്യാപ്തി അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സഹോദരന്മാർ ആമേൻ ഏറ്റവും അധികം യോസേഫിനെ തകർത്ത് കളയുവാൻ പ്ലാനിങ്ങുകളും പദ്ധതിയും ഒരുക്കിയത്. അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ? പ്രൈസ് ദി ലോർഡ്. ആ ദർശനത്തിന്റെ വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കണമേ. നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നം നിമിത്തവും അവന്റെ വാക്കു നിമിത്തവും പിന്നെയും അധികം ആമേൻ യോസേഫിനെ തന്റെ സഹോദരന്മാർ ദോഷിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ആമേൻ കൊല്ലുന്നതിനുള്ള ഫസ്റ്റ് പ്ലാനിങ്ങിന്റെ പ്രയോറിറ്റി ഒന്നാമത്തെ സ്വപ്നത്തിൽ ആമേൻ സഹോദരന്മാർ അവിടെ മെനഞ്ഞു. ആമേൻ. അവിടെയും തീർന്നില്ല, രണ്ടാമതൊരു സ്വപ്നം കാണുന്നുണ്ട്. ആമേൻ. അത് തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും മുൻനിർത്തി വീണ്ടും യോസേഫ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആമേൻ. അവൻ മറ്റൊരു സ്വപ്നവും കണ്ട് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അത് ആമേൻ അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് ആമേൻ അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും ആമേൻ സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ യോസേഫിനെ തകർത്ത് കളയുവാൻ, ആമേൻ ഈ ദർശനത്തെ മൂടിക്കളയുവാൻ, ആമേൻ ഈ ദർശനത്തെ കൊന്നുകളയുവാൻ ആമേൻ സഹോദരന്മാരിലൂടെ പിശാച് വാദിച്ചപ്പോൾ ആമേൻ ദർശനവും പ്രാർത്ഥനയും ആമേൻ ഹല്ലേലൂയ ആമേൻ അഭിഷേകവും വാഗ്ദത്തവും നിറഞ്ഞ അപ്പൻ ആമേൻ ആ ദർശനത്തെ ഹൃദയത്തിൽ ക്യാച്ച് ചെയ്യുവാനായി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ യാക്കോബ് ആ ദർശനത്തെ ഹൃദയത്തിൽ ക്യാച്ച് ചെയ്തപ്പോൾ സ്വർഗം അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. ഇന്ന് പകലിൽ ആമേൻ നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തം, നിന്റെ തലമുറയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിന്റെ തലമുറയെക്കുറിച്ചുള്ള ആമേൻ ചില ആലോചനകൾ നിന്റെ ഹൃദയത്തിനകത്തും നിന്റെ ചെവിക്കുള്ളിലും നിന്റെ കണ്ണിനകത്തും വെളിപ്പെട്ട് തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി, ഒത്തിരി വർഷങ്ങളായി. ആമേൻ ഇന്ന് പകലിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും പറയുന്നൊരു ദൂതിത, നീ കേട്ട വാഗ്ദത്തം അത് നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ ഒന്ന് ക്യാച്ച് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ അത് ക്യാച്ച് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആമേൻ ആമേൻ ദർശനം പ്രാപിച്ച ആമേൻ വാഗ്ദത്തം ചുമക്കുന്ന നിന്റെ തലമുറയെയോ നിന്റെ കുടുംബത്തെയോ ആമേൻ നോട്ടമിടുവാൻ പിശാചിന് കഴിയത്തില്ല. കൊല്ലുവാൻ, കടിച്ചു കീറുവാൻ പിശാച് അലറുന്ന തരത്തിൽ വന്നാലും അവൻ കോട്ടയ്ക്കുള്ളിൽ മറച്ച് ആമേൻ ഒരു തീ മതിലായി സ്വർഗം അവിടെ കാവൽ ചെയ്യുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഈ ദർശനവും വാഗ്ദത്തവും മുറുകെ പിടിച്ച് യോസേഫ് ഒന്നും അറിയാത്തവനെ പോലെ, ഒരു പൊട്ടനെ പോലെ, ഞാൻ പറയുന്നു ആമേൻ യോസേഫ് ഒരു പൊട്ടനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ അപ്പന്റെ മുമ്പിലും ജ്യേഷ്ഠന്മാരുടെ മുമ്പിലും ആമേൻ ഒന്നും അറിയാത്തവനെ പോലെ നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആമേൻ തൻ്റെ സഹോദരന്മാർ ആടുകളെ മേയ്ക്കുവാൻ ആമേൻ ശെഖേമിൽ പോയപ്പോൾ ആമേൻ അവരുടെ ക്ഷേമ വിവരം അന്വേഷിക്കുവാൻ വാഗ്ദത്തം ചുമക്കുന്ന യോസേഫിനെ ആമേൻ അപ്പൻ തെരഞ്ഞെടുക്കുവാനിടയായി. അപ്പൻ പറഞ്ഞത് ഇതാ, ആമേൻ കുറച്ച് നാളായല്ലോ നിന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ആമേൻ ആമേൻ ആടുകളെ മേയ്ക്കുവാൻ പോയിട്ട് അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് ആമേൻ മടങ്ങി വരുവാൻ നിന്നെ അയക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു കാര്യം ചെയ്, ആടുകൾ സുഖമായിരിക്കുന്നു, ജ്യേഷ്ഠന്മാർ സുഖമായിരിക്കുന്നു, അവരെ ആമേൻ സുഖവിവരം അന്വേഷിക്കുവാൻ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ജ്യേഷ്ഠന്മാർ
സഹോദരന്മാർക്ക് കൊടുക്കുവാൻ യോസേഫിന്റെ കയ്യിൽ കൊടുത്ത അപ്പനിതാ ആമേൻ ഹല്ലേലൂയ സ്നേഹത്തോടെ അപ്പൻ ആമേൻ നെയ്തു കൊടുത്ത നിലയങ്കിയും ധരിച്ച് ആമേൻ യോസേഫ് ഇതാ ആമേൻ വനാന്തരങ്ങളിൽ തന്റെ സഹോദരന്മാരെ അന്വേഷിക്കുവാൻ ആമേൻ കടന്നു പോകുന്നു. ആമേൻ സഹോദരന്മാർ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ 37-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, അവൻ അവരെ ദൂരെ നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ഗൂഢാലോചന പദ്ധതി ഒരുക്കി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നീതിമാന് വിരോധമായി, ദർശനം ചുമക്കുന്നവന് വിരോധമായി, വാഗ്ദത്തം ചുമക്കുന്നവന് വിരോധമായി അടുത്തൊരു രാജ്യസ്ഥാനത്തേക്ക് കാര്യവിചാരകനാക്കി പുറത്തു വരേണ്ട യോസേഫിനെ കൊന്നുകളയുവാൻ ഇതാ സഹോദരന്മാർ പദ്ധതി ഒരുക്കുന്നു. ആമേൻ. നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ, നിന്നെ കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്നവർ തന്നെ നിന്നെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കും. ഇന്ന് പകൽ കുടുംബത്തിനകത്തും പുറത്തും പട്ടണത്തിൽ നിന്ന് ദേശത്തിൽ നിന്നും നീ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചോളണം. എന്റെ ദർശനം പുറത്തു വരുവാനുള്ള സമയമായി, എന്റെ വാഗ്ദത്തം പുറത്തു വരുവാനുള്ള സമയമായി. ആമേൻ. ഞാൻ പുറത്തു വരുവാനുള്ള സമയമായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. യോസേഫിനെ തകർത്ത് കളയുവാൻ സഹോദരന്മാർ പ്ലാനും പദ്ധതിയും ഒരുക്കി. ആമേൻ. അതിൽ ഒരുത്തൻ എഴുന്നേറ്റ്, രൂബേൻ, ആമേൻ, അവനെ കൊല്ലണ്ട. ആമേൻ. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പൊട്ടക്കിണറ്റിലേക്ക് ഇവനെ ആമേൻ ഇട്ടുകള. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പൊട്ടക്കിണലിലും യോസേഫിനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദർശനം പ്രാപിച്ചവൻ അതിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കാണും. ആമേൻ. അവൻ കണ്ട സ്വപ്നം അതിനകത്ത് ചലിച്ചു തുടങ്ങി കാണും. വൈഷമന ഹതനക ശിയാംതന അത്തനാടക ശിയാംതനെ വൈഡൽ പ്രൗഢവന ദീപലകടകശി. യോസേഫിന്റെ ദർശനം ആ പൊട്ടക്കിണത്തിനകത്ത് ആമേൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. കാരണം വാഗ്ദത്തം ചുമക്കുന്നവന്, ദർശനം പ്രാപിച്ചവന് അവനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിനകത്തിട്ടു. ആമേൻ ഹല്ലേലൂയ. ആരും തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം, അവന്റെ നിലവിളി പോലും പുറത്ത് കേൾക്കാൻ പറ്റാത്ത വിധം ആമേൻ ഹല്ലേലൂയ ആമേൻ പാമ്പുകളും തേളുകളും മുള്ളുകളും ആമേൻ ഹല്ലേലൂയ വേസ്റ്റും നിറഞ്ഞ പൊട്ടക്കിണറിലേക്ക് യോസേഫിനെ തന്റെ സഹോദരങ്ങൾ വലിച്ചെറിയുവാനിടയായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയും ആമേൻ ആമേൻ അവർ തിന്നു കുടിച്ച് സഹോദരൻ കൊടുത്ത ഭക്ഷണം എല്ലാം കഴിച്ച് ആമേൻ വാഗ്ദത്തം ചുമന്നവൻ ചുമന്നുകൊണ്ടുവന്ന രുചിഭോജനമായ ഭക്ഷണമെല്ലാം കഴിച്ച് ചിരിച്ചാർമാദിച്ചിരിക്കുമ്പോൾ ഇതാ ഇശ്മാലിയർ മിസ്രൈമിലെ കച്ചവടക്കാർ ആമേൻ ആ വഴി വരുന്നത് കണ്ടു. ആമേൻ. ഒരുത്തൻ പറഞ്ഞു, ആമേൻ, അടുത്തൊരു സഹോദരൻ എഴുന്നേറ്റു. ആമേൻ. കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ രൂബേൻ പറഞ്ഞു, വേണ്ട. ആമേൻ ഹല്ലേലൂയ. ഇവനെ നമുക്ക് പൊട്ടക്കിണറ്റിൽ എടുത്തെറിയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ആമേൻ 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 മിദ്യാനിയ കച്ചവടക്കാർക്ക് ആമേൻ ഇതാ യോസേഫിനെ 20 വെള്ളിക്കാശിന് ഇവന്റെ ശല്യം ഇനി നമുക്കുണ്ടാകത്തില്ല. ആമേൻ. ഇവനെ ഇനി നമുക്ക് വേണ്ട, ഇവനെ ഇനി കാണുന്നത് പോലും വെറുപ്പ. കൊന്നു എന്നൊരു അപരാധം വേണ്ട, ആ രക്തം നമ്മുടെ മേൽ പഴിചാരണ്ട, ഇവനെ വിറ്റുകളയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒന്നാമത് ജ്യേഷ്ഠന്മാർ ചെയ്തത് എന്താണെന്നറിയാവോ? ആമേൻ. ഈ സ്നേഹത്തോടെ അപ്പൻ നെയ്ത ആ സ്നേഹത്തിന്റെ അങ്കി അങ്ങ് വലിച്ചു കീറി. ആമേൻ ആമേൻ. മൃഗത്തെ കൊന്ന് അതിന്റെ രക്തത്തെ വസ്ത്രത്തിന്മേൽ ആമേൻ ആമേൻ ചാലിച്ചുകൊണ്ട് ആമേൻ അപ്പന് കൊടുത്തു വിട്ടു. ആമേൻ ആമേൻ. നീ കരയടാ. ആമേൻ. നിന്റെ സ്വപ്നക്കാരൻ മകൻ ചത്തുപോയി. ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇനി അവനെ നിനക്ക് കാണാൻ പറ്റത്തില്ല. ആമേൻ. ഇനി നിനക്ക് അവനെ കൊണ്ടൊരു പ്രയോജനമില്ല. ആമേൻ. നീ തുന്നിയ അങ്കിയും വെച്ച് നിന്റെ മരണം വരെ ആമേൻ നീ ഇത് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ലോകം ആ ആമേൻ സഹോദരന്മാർ ആമേൻ നിലയങ്കി അപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടപ്പോൾ ആമേൻ അപ്പൻ കരഞ്ഞൊരു നിലവിളിയുണ്ട്. അപ്പന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. കാരണം അപ്പൻ ആ ദർശനത്തെ ക്യാച്ച് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല ആ ദൂതിത ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ദൂതിത ആമേൻ അന്ന് ആ ദർശനം പറഞ്ഞപ്പോൾ ആമേൻ സഹോദരന്മാർക്ക് അസൂയ തോന്നിയെങ്കിലും അപ്പനോ ആ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ഞാൻ വിശ്വസിക്കുന്നു മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അപ്പന് വിശ്വസിക്കുവാൻ കഴിയാത്തത് ഇതായിരുന്നു. ആമേൻ. ഏത് മൃഗം അവനെ കടിച്ചാലും, ഏത് പാതാളത്തിൽ അവൻ ഇറങ്ങിയാലും അവൻ കണ്ടൊരു ദർശനമുണ്ട്.
എന്നോട് കർത്താവ് പറഞ്ഞ ദൂതിത ആമേൻ ഹല്ലേലൂയ ആമേൻ ദർശനത്തെ ആ കണ്ട സ്വപ്നത്തെ ആമേൻ ആരൊക്കെ മറന്നാലും അപ്പന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അത് തള്ളാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൻ ആമേൻ ഈ ആമേൻ വാർത്ത കേട്ടതും യാക്കോബ് താൻ ഇട്ടിരുന്ന വസ്ത്രം കീറി അരയിൽ ആമേൻ ശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലായിരുന്നു. എന്തുകൊണ്ട് മനസ്സില്ലായിരുന്നു? കാരണം അവൻ കണ്ട ഒരു ദർശനമുണ്ട്. അത് എൻ്റെ മകൻ യോസേഫ് പ്രാപിക്കേണ്ടവനാ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ഊണിലും ഉറക്കത്തിലും എല്ലാം ആ ദർശനമായിരുന്നു. ഇന്ന് പകലിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ തലമുറയെ കുറിച്ച് നീ കണ്ട ദർശനം, നിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് നീ കണ്ട ദർശനം, നിന്റെ മിനിസ്ട്രിയെ കുറിച്ച് നീ കണ്ട ദർശനം, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നീ എന്തായിരിക്കണമെന്നും നിന്റെ കുടുംബം എന്തായിരിക്കണമെന്നും നിന്റെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കണമെന്നും നീ കണ്ട ദർശനം. ആമേൻ ഹല്ലേലൂയ. അതിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിന് ആര് ശ്രമിച്ചാലും, സഹോദരങ്ങൾ ശ്രമിച്ചാലും, മാതാപിതാക്കൾ ശ്രമിച്ചാലും, ലോകം ശ്രമിച്ചാലും നിന്റെ കുടുംബത്തിന് മേലുള്ള വാഗ്ദത്തത്തെ പൊളിക്കുവാൻ ഒരു മനുഷ്യർക്കും അവൻ അധികാരം കൊടുത്തിട്ടേ ഇല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൻ അറിയാം, ആമേൻ ഒരു ദുഷ്ടന്റെ ചെങ്കോലിനും ആമേൻ നീതിമാനായ എൻ്റെ തലമുറയുടെ അവകാശത്തിന്മേൽ കടക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യാക്കോബ് അതിൽ വിശ്വസിച്ചു. ആമേൻ എൻ്റെ തലമുറകളിൽ വെച്ച് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ കുഞ്ഞിലെ ദർശനത്തോടെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അവനെ തകർക്കുവാൻ ഒരു വന്യമൃഗത്തിനും കഴിയത്തില്ല. ആമേൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ യോസേഫ് ആകട്ടെ ഒന്നും അറിയാതെ ഇതാ 20 വെള്ളിക്കാശിന് വിറ്റൊരു അഹങ്കാരത്തിൽ ആമേൻ ഹല്ലേലൂയ. ആമേൻ യോസേഫ് ഇതാ അറക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ആമേൻ മിസ്രൈമിയ കച്ചവടക്കാരെ കൂടെ ഇതാ ആമേൻ കച്ചവട ചന്തയിലേക്ക് ആമേൻ ആമേൻ അപ്പന്റെ ഓമന പുത്രനായ യോസേഫ് ആമേൻ ഹല്ലേലൂയ തികച്ചും ഒന്നുമില്ലാത്തവനെ പോലെ ആമേൻ ഹല്ലേലൂയ ആമേൻ തകർന്നവനായി ആമേൻ ഇതാ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിക്കണമേ, അപ്പന്റെ ഭവനത്തിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ആമേൻ സ്നേഹത്തോടെ അപ്പൻ നല്ലൊരു നിലയെങ്കി കൊടുത്തു. ആമേൻ അവന് ഭക്ഷിപ്പാൻ ഒന്നിനും കുറവുണ്ടായിരിക്കത്തില്ല. അപ്പന്റെ ഭവനത്തിൽ ഇതാ വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടി അവൻ കടന്നുപോയ പ്രോസസിംഗ് ഒന്ന് നോക്കണമേ. ആമേൻ പൊട്ടക്കിണറിന്റെ അനുഭവം വന്നു. ആമേൻ അവൻ വിൽക്കപ്പെടുവാനിടയായി. ആമേൻ ആമേൻ കച്ചവട ചന്തയിൽ ആമേൻ പണ്ട് കാലങ്ങളിൽ ആമേൻ ഒന്നിനും നിവൃത്തിയില്ലാത്തവരെയാണ് അടിമക്കാരായി ആമേൻ വീട്ടിലെ ജോലി ചെയ്യുവാൻ ആമേൻ യജമാനന്മാർ, വലിയ യജമാനന്മാർ ചന്തയിൽ വന്ന് ആമേൻ ഈ നിരത്തി നിർത്തിയിരിക്കുന്ന യൗവനക്കാരെ ജോലിക്കായി അടിമകളാക്കി കൊണ്ടുപോകുന്നത്. അവിടെ എന്തും ആമേൻ സംഭവിക്കാം, എന്തും നേരിടേണ്ടി വരും. അതിനൊക്കെ ആമേൻ ആമേൻ നിസ്സഹാരായി നിൽക്കുന്ന ആമേൻ ഒത്തിരി ആമേൻ ആമേൻ അടിമക്കാരെ പോലെ യോസേഫും ആമേൻ അതാ ആമേൻ ഹല്ലേലൂയ ഇതാ ചന്തയിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ അടിമച്ചന്തയിൽ ആമേൻ അടുത്തൊരാളുടെ കയ്യിൽ വിൽക്കപ്പെടുവാൻ മിസ്രൈമിയ കച്ചവടക്കാർ കൊണ്ടു നിർത്തി. ഇതാ ആമേൻ നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. മിദ്യാന്യർ ആമേൻ ഇതാ ആമേൻ ഹല്ലേലൂയ ഇതാ മറ്റൊരു രാജാവിന് പൊത്തിഫറിന് ഒരു ഫറവോൻ ഇതാ ആമേൻ ഹല്ലേലൂയ യോസേഫിനെ വിറ്റു. പ്രൈസ് ദി ലോർഡ്. യോസേഫിന്റെ പ്രശ്നം അവിടെയും തീർന്നില്ല. അവിടെ ഫേസ് ചെയ്യുന്നത് ഇന്നലെ വരെ അനുഭവിക്കാത്ത ആമേൻ മറ്റ് പ്രശ്നങ്ങളിലേക്ക് യോസേഫിനെ ഇതാ കടത്തിവിടുന്നു. ആമേൻ അവിടെയും ആമേൻ പുറത്തു കൊണ്ടുവരുന്നത് ആമേൻ യോസേഫിനെ ദർശനത്തിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത്. അവന്റെ ദർശനത്തെ അന്നും അവിടെ ആരോടും പറയാതെ വേണം പ്രാപിച്ച ദർശനത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ അപ്പനെ കാണാൻ പറ്റാത്ത
വേദനയും ആമേൻ സഹോദരന്മാർ തന്നോട് ചെയ്ത ക്രൂരതയും നിമിത്തം ആ കാരാഗ്രഹത്തെ അവൻ പ്രാർത്ഥനയുടെ വലിയൊരു മാളിക മുറിയാക്കി പണിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ ആമേൻ ആമേൻ ഹല്ലേലൂയ രാജാവ് കണ്ട ദർശനത്തെ സ്വർഗം രാജാവിന് മറയിപ്പിച്ചു കൊടുത്തത്. ആമേൻ ആ ദർശനം വിവരിക്കുവാൻ അഭിഷക്തനായ യോസേഫിനെ കാരാഗ്രഹത്തിനകത്ത് നിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവന്നെങ്കിൽ കേട്ട വാഗ്ദത്തം ആമേൻ ഹല്ലേലൂയ യോസേഫിന്റെ ജീവിതത്തിനകത്ത് രാജാവിലൂടെ നിയന്ത്രിക്കുവാൻ പാനപാത്ര വാഹനിലൂടെ ആമേൻ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിന് കഴിഞ്ഞുവെങ്കിൽ ഒരു ദുഷ്ടന്റെ ചെങ്കോലിനും ഒരു ദുഷ്ടന്റെ പദ്ധതിക്കും വാഗ്ദത്തമുള്ള നിന്റെ തലമുറയെ നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് തടസ്സമായി പിശാച് എഴുതുകൂട്ടുന്ന സകല തന്ത്രങ്ങളെയും ഇന്ന് പകലിൽ സ്വർഗം പൊളിച്ചു മാറ്റി. നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടതുപോലെ ദുഷ്ടന്മാരുടെ ചെങ്കോൽ ആമേൻ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുവാൻ സ്വർഗം അനുഭവിക്കത്തില്ല. ആമേൻ യോസേഫിന്റെ മേൽ ആ അവകാശത്തിന് വാഴുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആമേൻ രാജാവ് മുഖാന്തരം പാനപാത്ര വാഹകൻ മുഖാന്തരം ആമേൻ ആമേൻ കാരാഗ്രഹത്തിൽ മൂടപ്പെടേണ്ട അവന്റെ ദർശനത്തെ അവന്റെ കാഴ്ചപ്പാടിനെ അവന്റെ അഭിഷേകത്തെ സ്വർഗം മിസ്രൈമിലെ ആമേൻ മന്ത്രിയാക്കി ഭക്ഷണ മന്ത്രിയാക്കി കാര്യവിചാരകനാക്കി യോസേഫിനെ മാനിച്ചുവെങ്കിൽ ലോകം തള്ളപ്പെടുത്തിയ നിന്റെ കുടുംബത്തെ, ലോകം തള്ളിക്കളഞ്ഞ നിന്റെ തൊഴിലിനെ, ലോകം തള്ളിക്കളഞ്ഞ നിന്റെ തലമുറയെ ആമേൻ സ്വർഗം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ആമേൻ ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് പകലിലും ചില നിമിഷങ്ങൾ കൂടി നമ്മൾ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിന്റെ 31ാമത്തെ ദിവസം ഞങ്ങൾ അപ്പന്റെ പാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം കേട്ടു. ആമേൻ ഹല്ലേലൂയ. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാർ അവകാശത്തിൽ ഇരിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ കർത്താവേ, തകർച്ചകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗത്തിനെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീരുകളെ മാറ്റി അവരുടെ മേൽ പിശാച് കയറ്റി വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ ചെങ്കോൽ, അവരുടെ അവകാശത്തിന് മേൽ കയറ്റി വെച്ചിരിക്കുന്ന ആ നുഖത്തെ സ്വർഗം എടുത്തു മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.